കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കി. ഗ്രാന്റുകൾ തടഞ്ഞ് കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ബാലഗോപാൽ പറഞ്ഞു. നേരത്തെ എക്സാലോജിക് വിഷയമുന്നയിച്ച് നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പ്രമേയത്തിൽ പങ്കാളികളായില്ല. ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനൊരു പ്രമേയം ഈ സഭ ഐക്യകണ്ഠേനയാണ് ഇപ്പോഴും പാസ്സാക്കുന്നത്. ആ ഖണ്ഡങ്ങളിൽ ഐക്യകണ്ഠേന എന്ന് പറഞ്ഞിട്ട് വിഴുന്നാൽ ഐക്യകണ്ഠേന ആവണം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഈ രാജ്യത്തിനോടുള്ള ഈ നാടിനോടുള്ള താല്പര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളുകൾ അത് നിൽക്കാതെ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇത്തരം ഒരു പ്രമേയത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ വോട്ട് ചെയ്യാതെ കൂടെ നിൽക്കാതെ പോയത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിന്റെ ഭാവി ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ഈ സഭ ഇന്നെടുക്കുന്ന ഈ പ്രമേയം അംഗീകരിക്കണം. എസ് ഷീജ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജ, കടുത്ത അവഗണന നേരിടുന്ന ഒരു സാഹചര്യം കേരളത്തിന് എത്രയോ നാളുകളായുണ്ട്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലടക്കം പടിക്ക് പുറത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം വീണ്ടും വീണ്ടും എത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ദില്ലിയിൽ പ്രതിഷേധമടക്കം തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും. അതിനിടയിൽ ഈ നിലയ്ക്കുള്ള ഒരു പ്രമേയം പാസാക്കൽ അത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നായി തന്നെ ഇപ്പോൾ നിയമസഭ വിലയിരുത്തുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും ഈ വിഷയത്തിൽ എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു പൊതുജനം ഒന്നാകെ. തീർച്ചയായും കാവ്യ, ഏതായാലും കേന്ദ്രത്തിന്റെ സംസ്ഥാന വിരുദ്ധ നിലപാടുകൾ അതിനെതിരെയായിരുന്നു ഈ ഒരു പ്രമേയം ഇന്നിപ്പോൾ കേരള നിയമസഭയിൽ വന്നത്. ഈ ഒരു പ്രമേയം കേരള നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കാവ്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഏറെ നിർണായകം. പക്ഷേ നിലവിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് അത് തീർത്തും ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തു പറയാനുള്ളത്. കാരണം പ്രതിപക്ഷം കുറച്ച് നാളുകളായി തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി പറയുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായിട്ടുള്ള നടപടികൾ നിലപാടുകൾ ഒക്കെയാണ് സംസ്ഥാനത്തെ ഈ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. മറിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ഇന്നും സമാനമായ നിലപാടാണ് പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചത്. പ്രത്യേകിച്ചും ചോദ്യോത്തര വേളയ്ക്ക് ശേഷം ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ എക്സാലോജിക് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയരുന്നു. അത് ചട്ടപ്രകാരമല്ല ഈ നോട്ടീസ് എന്നുള്ളത് കൊണ്ട് പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കാര്യം സ്പീക്കർ ചട്ടവും റൂളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ സഭയിൽ പ്രതിഷേധിക്കുകയും തുടർന്ന് സഭ ബഹിഷ്കരിച്ചു പോവുകയുമാണ് ചെയ്തത്. അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ഇന്നത്തെ ദിവസമാണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഈ ഒരു പ്രമേയം വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആ പ്രമേയം വരുന്നത് വരെ സഭയിൽ തുടരാതെ അതിനു മുൻപ് തന്നെ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം സഭ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ അടിയന്തര പ്രമേയ ചർച്ചയുടെ സമയത്ത് പോലും സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുക സർക്കാരിന്റെ ദൂർത്താണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ ഒരാൾ പോലും പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ചവർ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കേന്ദ്രത്തിൻ്റെത് തെറ്റായ നിലപാടാണ് എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര നടപടികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ അവർ തയ്യാറാകാത്തത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്ത വിഷയം തന്നെയാണ്. ഏതായാലും ഇന്നും ഇപ്പോൾ പ്രമേയം സഭ ഐക്യകണ്ഠേന ഇപ്പോൾ പാസാക്കിയിരിക്കുകയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് സഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാർ സംസ്ഥാന വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന നിലപാടാണ്. സംസ്ഥാനത്തിന്റെ വിഹിതം നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ നഷ്ടം ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകൾ കേന്ദ്രം തടഞ്ഞു വെക്കുന്ന ഒരു നിലപാട് സംസ്ഥാനത്തെ ഒരു കീഴ്ഘടകമായിട്ടാണ് കേന്ദ്രം കാണുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഈ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ തന്നെ അത് ഐക്യകണ്ഠേന പാസ്സാക്കുക എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടു കൂടി ഐക്യകണ്ഠേന പാസ്സാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടത്. പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് അത് വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. കേന്ദ്ര സർക്കാരിന്റെയും ഏജൻസികളുടെയും രാഷ്ട്രീയത്തെ അറിയാത്തവരാണോ പ്രതിപക്ഷം എന്നുള്ള കാര്യവും ധനമന്ത്രി ചോദിക്കുകയും ചെയ്തു. ഏതായാലും ധനമന്ത്രി പ്രമേയം അവതരിപ്പിക്കുകയും തുടർന്ന് സഭ ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. കാവ്യ, ഷീജ, ഇപ്പോൾ ധനമന്ത്രി ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ, പ്രതിപക്ഷം നാടകം കളിച്ചു തന്നെയാണ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നത്. ഇപ്പോൾ ഈ സംസ്ഥാനം നേരിടുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം അടക്കം കൊണ്ടുവരികയും അത് ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ആ നിലയ്ക്ക് 2 മണിക്കൂർ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു ഭരണ സംവിധാനവുമുണ്ട്. നിയമസഭ ആ നിലയ്ക്ക് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതൊക്കെയും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം ഏറ്റവും കൃത്യമായി മറുപടി കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരെ പ്രമേയം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം തുടർന്നില്ല നിയമസഭയിൽ എന്നതായിരിക്കും ഒരുപക്ഷേ ഈ മണിക്കൂറിൽ കേരളം ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്ന വിഷയവും. തീർച്ചയായും കാവ്യ ആ രീതിയിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്നത്. കാരണം ഈ ഒരു പ്രമേയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പ്രതിപക്ഷത്തിന് ചെയ്യാവുന്നതാണ് നിയമസഭയിൽ. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിലപാടും പ്രതിപക്ഷം സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പ്രതിപക്ഷം സ്വീകരിച്ചത് ഈ ഒരു പ്രമേയം സഭയിൽ വരുന്ന സമയത്ത് സഭയിൽ തന്നെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ രാവിലെ തന്നെ അടിയന്തര പ്രമേയ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭയിൽ പ്രതിഷേധം ആരംഭിക്കുന്നതും തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നതിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നതും. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് അത് നേരത്തെ തന്നെ അറിയുന്നതുമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ദിവസം തന്നെ സർക്കാർ തുറന്ന മനസ്സോടുകൂടി ഇതിൽ ചർച്ചയാകാം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് 2.5 മണിക്കൂറിലധികം ആ വിഷയം സഭ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയിലുടനീളം സംസ്ഥാന സർക്കാരിന്റെ ദൂർത്താണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നതിൽ ഊന്നി മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ സംസാരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇതിന്റെ വസ്തുത എന്താണ്, ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാനം ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങിയത്, ആ വസ്തുതകൾ ഒന്നും തന്നെ പരിശോധിക്കാൻ പ്രതിപക്ഷം തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ചവർ കൃത്യമായ രീതിയിൽ തന്നെ കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകളാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയമായത് പ്രതിപക്ഷത്ത് നിന്നും സംസാരിച്ചവർ കേന്ദ്രത്തിന്റെ നടപടികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ തയ്യാറായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിന് സമാനമായ രീതിയിൽ, അതായത് കേന്ദ്രത്തോട് മൃദുവായ സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് കണ്ടത്. അതിന് സമാനമായ രീതിയിൽ ഇന്നും ഈ വിഷയം സഭയിൽ ഈ പ്രമേയം വരുമ്പോൾ കേന്ദ്രത്തെ വിമർശിക്കുന്ന പ്രമേയമാണ്, കേന്ദ്രത്തിനെതിരായ പ്രമേയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രമേയത്തിന്റെ സമയത്ത് സഭയിൽ ഉണ്ടാകാത്ത പ്രതിപക്ഷം അത് വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്നുള്ളതിൽ സംശയമില്ല. കാവ്യ.